കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. നമ്മുടെ സ്നേഹനിധിയായ ബോച്ചെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കപ്പെട്ടെന്ന്. ആ സ്നേഹം കൂടുതലുള്ളതുകൊണ്ട് ഒന്ന് രണ്ട് സ്റ്റേജുകളിൽ വെച്ച് അദ്ദേഹം കുന്തിദേവി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. അദ്ദേഹം ഈ സ്നേഹമുള്ളതുകൊണ്ട് അങ്ങനെ വിളിച്ചു പോയതാണ്. ഇത് അവസാനം പണിയാകുമെന്ന് അദ്ദേഹം സ്വപ്നങ്ങളിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത് ഏത് കഥാപാത്രവുമായിട്ടാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അങ്ങ് ഈ കുന്തിദേവി എന്നുള്ള വാചകം ഉപയോഗിച്ചത്? അപ്പോഴേ ബോച്ചെ പറഞ്ഞു, ഞാൻ പണ്ട് കണ്ട ഹിന്ദി സീരിയലിനെ ഒരു കഥാപാത്രത്തിനോട് ഈ താരത്തിന് ഒരു സാമ്യം തോന്നിയുകൊണ്ട് ചുമ്മാ ഒന്ന് വിളിച്ചു പോയതാണ്. ഇന്ന് ഏതായാലും ബോച്ചെ അറസ്റ്റിലായി. ബോച്ചെ ഒന്ന് തീരുമാനിച്ചു, ഇനി ആരെയും സ്നേഹത്തോടെ വിളിക്കുന്ന പരിപാടി നിർത്തി. ഇത് കേട്ട ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് കുട്ട എന്നായിരുന്നു. ഇതുകൊണ്ട് ഞാൻ അതായത് കൂ വെച്ച് ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും സ്ത്രീത്വത്തിന് എതിരാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനി തൊട്ട് എൻ്റെ സ്നേഹനിധിയായ ഭാര്യയെ കുട്ട എന്നുള്ള പകരം ടാന്നേ ഞാൻ വിളിക്കുള്ളൂ. കാരണം കൂ ഉപയോഗിച്ചുള്ള എല്ലാ വാക്കുകളും ഞാൻ എൻ്റെ തലച്ചോറിലെ ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു കളഞ്ഞു. വെറുതെ ചുമ്മാ അറസ്റ്റിലാകുകയൊക്കെ വേണ്ട ആവശ്യമില്ലല്ലോ. ചുമ്മാ നല്ല പേര് വിളിച്ചെന്നോ നമ്മൾ ഒരു പക്ഷേ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ല അർത്ഥത്തോടെ ആയിരിക്കും. പക്ഷേ മറ്റുള്ളവരതാ കാണുന്നത് നമ്മുടെ അതേ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങളും കൂ വെച്ചാണ് പല വാക്കുകളും നിങ്ങൾ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്നവരെ വിളിക്കുന്നത് എങ്കിൽ നിർത്തുക. അത് സ്ത്രീത്വത്തിനെതിരാണ്.